ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരണ്യകാണ്ഡത്തിലെ 18ാമത്തെ സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. ശ്രീരാമനും സീതയും ലക്ഷ്മണനുമൊക്കെ ആ പഞ്ചവടിയിലെ പർണശാല കെട്ടി താമസമാക്കിയെന്ന് നമ്മൾ കേട്ടു. മഹർഷിമാരാൽ മാനിതനായ രാമൻ സൂതരനായ ലക്ഷ്മണനോട് ഓരോ നല്ല കഥകളും പറഞ്ഞുകൊണ്ട് അങ്ങനെ സുഖമായി കഴിയാണ് അവിടെ. സീതയോടുകൂടി പർണശാലയിൽ ഇരിക്കുന്ന ആ മഹാബാഹുവായ രാമൻ ചിത്രാ നക്ഷത്രത്തോടൊത്ത ചന്ദ്രനെ പോലെ ശോഭിച്ചു. സാധാരണ രോഹിണി നക്ഷത്രത്തോടു കൂടിയാണ് ചന്ദ്രനെ പറയാറുള്ളത്, പക്ഷെ ഇവിടെ ചിത്രാ നക്ഷത്രം. അതുപോലെ ശോഭയോടുകൂടി ഇരിക്കുന്നു പർണശാലയിൽ സീതയോടുകൂടി രാമൻ. ആ സമയത്താണ് രാവണ സഹോദരിയായ രാക്ഷസിയായ ശൂർപ്പണഖ ആ വഴി വന്നത്. സീതയോടുകൂടിയിരിക്കുന്ന രാമനെ കണ്ടവൾ, ദേവതുല്യനായ രാമനെ കണ്ടവൾ കാമപരവശയായി മോഹിച്ചു. തൻ്റെ ഭർത്താവായി തീരണം രാമൻ എന്ന് അവൾ ആഗ്രഹിച്ചു. അത് തന്നെയല്ല, അവളത് അഭ്യർത്ഥിച്ചു, പറയുകയും ചെയ്തു. സ്വയം ആദ്യം ആരാണ് നിങ്ങൾ ഈ കാട്ടിൽ വന്നത് എന്നൊക്കെ ചോദിച്ചു. ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ രാക്ഷസന്മാരുടെ ഈ സ്ഥലത്ത് ഭയമില്ലേ നിങ്ങൾക്ക്? അവരുടെ വൃത്താന്തങ്ങളെല്ലാം ചോദിച്ചപ്പോൾ രാമൻ അതെല്ലാം പറഞ്ഞു. ശൂർപ്പണഖ തൻ്റെ കാര്യങ്ങളും അവൾ ശ്രീരാമനെ അറിയിച്ചു. ഞാൻ കാമരൂപിണിയായ ശൂർപ്പണഖ ഒരു രാക്ഷസിയാണ്. കാമരൂപിണിയായ രാക്ഷസിയാണ് ഞാൻ. ശൂർപ്പണഖയാണ് രാവണൻ്റെ സഹോദരിയാണ്. സർവലോക ഭയങ്കരിയായ ഞാൻ ഏകയായി ഈ അരണ്യത്തിൽ സഞ്ചരിക്കുന്നു. ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ സഞ്ചരിക്കുന്നു ഭയം കൂടാതെ. രാവണൻ, സുശക്തനായ ആ രാവണൻ, രാക്ഷസേശ്വരൻ എൻ്റെ സഹോദരനാണ്. ഈ ജനസ്ഥാനത്ത് ഖരദൂഷണ തൃശുരാക്കളും എൻ്റെ സഹോദരന്മാരാണ്. അവരോടുകൂടി ഞാൻ ഇവിടെ താമസിക്കുന്നു. ഈ ആരണ്യത്തിൽ, ദണ്ഡകാരണ്യത്തിൽ ഖരദൂഷണ തൃശുരാക്കളോടുകൂടി ഞാനിവിടെ താമസിക്കുകയാണ്. നിന്റെ അപൂർവമായ സൗന്ദര്യം കണ്ട് ഞാൻ കാമപരവശയായി. എന്നെ നീ ഭർത്താവായി സ്വീകരിക്കണമെന്ന് തന്നെ അവൾ ആ രാക്ഷസി രാമനോട് അഭ്യർത്ഥിച്ചു. അഹം പ്രഭാവസമ്പന്ന സ്വച്ഛന്ദബലഗാമിനി ചിരായ ഭവമേ ഭർത്ത സീതയാ കിം കരിഷ്യസി. പ്രഭാവസമ്പന്നയായ ഞാൻ സ്വച്ഛന്ദബലഗാമിനിയുമാണ്. നീ എന്നെന്നും എൻ്റെ ഭർത്താവായി വാണാലും സീതയെക്കൊണ്ട് നിനക്ക് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കാണ്. വികൃതയും വിരൂപയുമായ ഇവൾ നിനക്ക് ചേർന്നവളല്ല, ഞാൻ തന്നെയാണ് നിനക്ക് ചേർന്നവൾ. നീ എന്നെ ഭാര്യയായി സ്വീകരിക്കൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇത് കേട്ട് ശ്രീരാമൻ ആ രാക്ഷസിയോട് പറയാണ്. വാക്യകോവിദനായ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് തമാശയ്ക്ക് എന്ന പോലെ പറഞ്ഞു. എങ്ങനെ പാശബദ്ധയായ ശൂർപ്പണഖയോട് രാമൻ
വളരെ മയത്തിൽ സ്പഷ്ടമായി തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭദ്രേ, ഞാൻ വിവാഹിതനാണ്. ഇവൾ എൻ്റെ പ്രിയ ഭാര്യയാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, സീത. ഇവളെ വിട്ട് ഞാൻ വേറൊരാളെ വിവാഹം കഴിക്കില്ല. തന്നെയല്ല, നിന്നെ പോലുള്ള സ്ത്രീകൾക്ക് സപത്നീത്വം ദുസ്സഹമാണ്. നീ വലിയ കേമിയാണല്ലോ. നിനക്ക് ഒരു സപത്നിയുടെ കൂടെ കഴിയാൻ വിഷമമായിരിക്കും. മറ്റൊരു സ്ത്രീ ഭർത്താവിനുണ്ടെങ്കിൽ നിനക്ക് അത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് അനുജസ്തേഷമേ ഭ്രാത ശീലവാൻ പ്രിയദർശന ശ്രീമാൻ അകൃതദാരഷ്ട ലക്ഷ്മണോ നാമ വീര്യവാൻ. ലക്ഷ്മണൻ എന്ന പേരുള്ള ഈ വീരനായ എൻ്റെ അനുജനാണ് ഈ ലക്ഷ്മണൻ, എൻ്റെ സഹോദരൻ. അത് ഭാര്യയില്ലാത്തവനാണ്. ഭാര്യ കൂടെ ഇല്ലാത്തതെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ അകൃതൻ എന്ന് പറഞ്ഞ, അകൃതദാരഷ്ട എന്ന് പറഞ്ഞ വിവാഹം കഴിക്കാത്തവൻ തന്നെയാണ് അർത്ഥം എന്നുണ്ടെങ്കിലും ഇവിടെ ഭാര്യ കൂടെ ഇല്ലാത്തവനെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഭാര്യ ഇല്ലാത്തവനുമാണ്. അതുകൊണ്ട് നീ ലക്ഷ്മണനെ ഭർത്താവായി വരിച്ചാലും നിനക്ക് സപത്നി ഇല്ലാതെ തന്നെ സുഖമായിട്ട് കഴിയാം ലക്ഷ്മണനോടുകൂടെ. അത് തന്നെയല്ല, സുന്ദരിയായ നിനക്ക് ലക്ഷ്മണൻ കൂടുതൽ യോജിക്കുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞ ലക്ഷ്മണൻ ഇത് കേട്ട് അവള് ശ്രീരാമൻ്റെ അടുത്ത് നിന്ന്, ശ്രീരാമനെ വിട്ടിട്ട് അവൾ ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരവർണിനിയായ ഞാൻ നിന്റെ ഈ അഴകിനൊത്ത ഭാര്യയാണ്. എന്നോടൊത്ത് നിനക്ക് ഈ ദണ്ഡകാരണ്യത്തിലെല്ലാം സുഖമായി സഞ്ചരിക്കാം. നേരെ തന്നെ ലക്ഷ്മണനോട് ചെന്ന് അവൾ ആവശ്യപ്പെട്ടു. ഏവമുക്തസ്തു സൗമിത്രീ രാക്ഷസ്യാവാക്യഗോവിത തതശൂർപ്പണഖിം സ്മിത്വാ ലക്ഷ്മണോ യുക്തമബ്രവീൽ. ആ വാക്ക് കേട്ടിട്ട് ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശൂർപ്പണഖയോട് പറയാണ് പരിഹാസരൂപത്തിൽ, കഥം ദാസസ്യമേ ദാസി ഭാര്യാഭവിതുമിച്ഛസി സോഹാമാര്യേന പരവാൻ ഭ്രാത കമലവർണ്ണിനി. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ രാമൻ്റെ ദാസനാണ്. ജ്യേഷ്ഠനായ രാമൻ്റെ ദാസനാണ് ഞാൻ. നീ ദാസിയാവാൻ യോജിച്ചവളല്ലല്ലോ. നീ വലിയ ഗേമിയല്ലേ. അതുകൊണ്ടത് എൻ്റെ ഭാര്യയായാൽ സാധിക്കില്ല. ഞാൻ ശ്രീരാമൻ്റെ ദാസനാണ്. നീ ദാസിയാവാൻ പറ്റിയവളല്ല. അതുകൊണ്ട് നീ രാമനെ തന്നെ ഭർത്താവായി വരിക്കൂ, ഇളയ ഭാര്യയായിട്ട് അദ്ദേഹത്തിൻ്റെ. അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞ് അവളെ വീണ്ടും പ്രലോഭിപ്പിച്ചു. ശ്രീരാമൻ്റെ അടുത്തേക്ക് ഓടി. ഇങ്ങനെ സമുദ്രി പറഞ്ഞപ്പോൾ പരിഹാസമാണെന്നറിയാതെ കരാളരൂപിണിയും കൃതോദരിയുമായ അവൾ അത് നേരാണെന്ന് വിചാരിച്ചു, സത്യമാണെന്ന് വിചാരിച്ചു ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഈ വിരൂപയും അസതിയും കരാളയും കൃതോദരിയും വൃദ്ധയുമായ ഭാര്യ മൂലാണ് നീ എന്നെ മാനിക്കാത്തത്. ഈ സീത കാരണമാണല്ലോ നീ എന്നെ വിവാഹം കഴിക്കാത്തത്. ഇവളെ ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷിക്കും. അതിനുശേഷം നിന്നോടൊത്ത് സപത്നിയില്ലാതെ തന്നെ ഞാൻ സുഖമായി സഞ്ചരിക്കും എന്നെല്ലാം ശൂർപ്പണഖ വീരവാദം മുഴക്കി. ഇത്യുക്താ മൃഗശാപാക്ഷീം അലാദസദൃശേക്ഷണ അഭ്യതാവൽ സുസംക്രുദ്ധ മഹോൽക്കാരോഹിണീമിവ. തീക്കനൽ പോലെ കണ്ണുകളുള്ള രാക്ഷസി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സീതയുടെ നേർക്കടുത്തു. ഇങ്ങനെ കൊള്ളിമീൻ രോഹിണിയുടെ നേർക്കെന്ന പോലെ പറയാണ്. പേടമാൻ കണ്ണാളായ സീതയുടെ നേർക്ക് ശൂർപ്പണഖ അടുക്കുന്നത് കണ്ടിട്ട് രാമൻ കോപത്തോടുകൂടി ലക്ഷ്മണനോട് പറഞ്ഞു, ഇവരോടൊക്കെ ഇങ്ങനെ തമാശ പറയാൻ പാടില്ല. പരിഹാസം ഇവരോട് ചേർന്നതല്ല. ക്രൂരന്മാരും അനാര്യന്മാരുമായി ഒട്ടും പരിഹാസം പാടില്ല. ജീവിതം അപായത്തിലായ സീതയുടെ നിലയൊന്ന് നീ നോക്കൂ. ഇമാം വിരൂപാമസതേ അതിമത്താം മഹോദരിം രാക്ഷസിം പുരുഷവ്യാഘ്ര വിരൂപയിതുമർഹസി. വിരൂപയും അസതിയും മതോന്മത്തയും മഹോദരിയുമായ ഈ രാക്ഷസിയെ നീ
വിരൂപയാക്കി വിടൂ എന്ന് പറഞ്ഞു. വധിക്കാൻ പറഞ്ഞില്ല, വിരൂപയാക്കി വിടൂ എന്ന് രാമൻ്റെ ആ ആജ്ഞ കേട്ട് ലക്ഷ്മണൻ കോപത്തോടുകൂടി ആ രാമൻ്റെ പാർശ്വത്തിൽ നിന്ന് വാള് വലിച്ചെടുത്ത് ആ രാക്ഷസിയുടെ കാതും മൂക്കും മുറിച്ചു കളഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. മൂക്കും മുലകളും മുറിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ. പക്ഷെ ഏതായാലും അവളെ വിരൂപയാക്കി വിട്ടു ലക്ഷ്മണൻ. നികൃത്തകർണനാസാദോ വിസ്വരം സാവിനദ്യച യഥാഗതം പ്രതുദ്രാവ ഘോരാശൂർപ്പണഘാവനം. കാതും മൂക്കുമറ്റ ഭീഷണയായ ശൂർപ്പണഖ അത്യുച്ചത്തിൽ അലറിക്കൊണ്ട് വന്ന വഴിയെ തന്നെ ആ വനത്തിലേക്ക് ഓടിപ്പോയി. സാവിരൂപ മഹാഘോര രാക്ഷസീ ശോണിതോക്ഷിത നനാദ വിവിധാന്നാദാൻ യഥാ പ്രാവൃഷിതോ യഥാ. ചോരയിൽ മുങ്ങിക്കുളിച്ച് വിരൂപയും മഹാഘോരയുമായ രാക്ഷസി വർഷമേഘം പോലെ വിവിധ ശബ്ദങ്ങളിൽ അലറി. മഴ പെയ്യുമ്പോൾ പലതരത്തിലാണല്ലേ, ചെറിയ ശബ്ദത്തിൽ ചെറുതായിട്ട് ചിന്നി ചിന്നി മഴ പെയ്യും, പിന്നെ ധാരധാരയായിട്ട് നല്ല താളത്തിൽ മഴ പെയ്യും, പിന്നെ അതിശക്തിയായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അതുപോലെ ഇവള് പല നാദത്തിലും അലറിക്കൊണ്ടാണ് ആ കാട്ടിലേക്ക് ഓടിപ്പോയത്. ചോര വാർന്നൊഴുകുന്ന ഘോരദർശനയായ അവള് കൈകൾ ഉയർത്തി പലതരത്തിൽ അലറിക്കൊണ്ട് കൊടുങ്കാട്ടിലേക്ക് കയറി. തതസ്തു സാ രാക്ഷസ സംഘസംവൃതം ഖരം ജനസ്ഥാനഗതം വിരൂപിത ഉപേത്യതം ഭ്രാതരമുഗ്രതേജസം പപാദഭൂമൗ ഗഗനാദ്യധാശനേ. പിന്നീട് ശൂർപ്പണഖ, വിരൂപയായ ശൂർപ്പണഖ രാക്ഷസ സംഘ പരിവൃതനായി ജനസ്ഥാനത്ത് വാഴുന്ന ഉഗ്രതേജസ്വിയായ ഖരൻ്റെ, തൻ്റെ സഹോദരൻ ആണ്, ഖരൻ്റെ മുമ്പിൽ ചെന്ന് വീണു. എങ്ങനെ? ആകാശത്ത് നിന്ന് ഇടിമിന്നൽ എന്ന പോലെ നിലംപതിച്ചു. തതസ്തു സാ രാക്ഷസ സംഘസംവൃതം ഖരം ജനസ്ഥാനഗതം വിരൂപിത ഉപേത്യതം ഭ്രാതരമുഗ്രതേജസം പപാദഭൂമോ ഗഗനാദ്യധാശനേ. ആകാശത്ത് നിന്ന് ഇടിമിന്നൽ എങ്ങനെയാണോ നിലത്ത് വന്ന് പതിക്കുന്നത് ഭൂമിയിൽ, അതുപോലെ തന്നെ ആ ഭൂമിയിൽ പതിച്ചു. ആ ഖരൻ്റെ മുമ്പിൽ ചെന്ന് അവൾ വീണു അലറിക്കൊണ്ട്. തദ സഭാര്യം ഭയമോഹമൂർച്ഛിത സലക്ഷ്മണം രാഘവമാഗതം വനം വിരൂപണം ചാത്മനി ശോണിതോക്ഷിത ശശംസ സർവം ഭഗിനീഘരസ്യ സാ. ഭയമോഹമൂർച്ഛിതയായി ദേഹമാകെ ചോരയിൽ കുളിച്ച് ആ ഖര സഹോദരിയായ ശൂർപ്പണഖ രാവണൻ പത്നിയോടും ലക്ഷ്മണനോടും ഒത്ത് വനത്തിൽ വന്നതും തന്നെ വിരൂപയാക്കിയതുമല്ല ആ വൃത്താന്തമെല്ലാം പറഞ്ഞു കൊടുത്തു. തൻ്റെ സഹോദരനായ ഖരനോട് പറഞ്ഞു. ഇനി ഖരൻ നീ എന്താണ് പറയാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത് നമുക്ക് പിന്നീട് കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.